கீழே இறங்கி திரும்ப வேலையில ஏற முடியும். അത് രാജപ്രകാരത്തുണ്ടാക്കിയ ബിൽഡിങ്ങുകളാണ്. ആണോ? അല്ല, അതൊക്കെ അതേമാതിരി സംരക്ഷിച്ചിട്ടുണ്ടല്ലോ. അതിനകത്തോട്ട് കയറാം. ആ, എഴുതിയിരിക്കാണല്ലോ എന്തോ വായിക്കാൻ കിട്ടും. രാജാവിന്റെ ശങ്കുമുദ്ര ആണോ? എന്താ ബൊട്ടാണിക്കൽ ഗാർഡനോ? ബൊട്ടാണിക്കൽ ഗാർഡൻ. ബൊട്ടാണിക്കൽ ഗാർഡനല്ലേ? അവിടെ എന്തോ എഴുതിയിട്ടുണ്ട്. അതെ, चलो उसके अंदर भी थोड़ा जाके आएगा नागेश, उधर भी जाके आएगा. इधर ही ഇതിലേ അല്ലേ? അതിലെയാണ് ആൾക്കാർ കയറുന്നത്. നമ്മളുടെ മുമ്പ് വണ്ടി കയറ്റിയത് ഗേറ്റ്, ഈ ഗേറ്റാണോ? ഇതിൽ ഇറങ്ങാനല്ലേ? सूई कह रहे थे ഇതുകൂടാതെ സാമൂഹ്യ വകുപ്പ് ഇവർക്ക് വേണ്ടി വിവിധ നൈപുണ്യ വികസന പരിപാടികൾ നടത്തി വരുന്നുണ്ട്. ഒരു പ്രധാനപ്പെട്ട രണ്ട് പദ്ധതികളാണ് അതിജീവനവും പ്രചോദനവും. ഇതുകൂടാതെ വിവിധ തൊഴിൽ സംരംഭകത്വ പരിപാടികളും അതിനെ അവർക്ക് പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് കേന്ദ്ര സർക്കാർ നിഷ്കർഷിച്ചിട്ടുള്ള ഭിന്നശേഷി അവകാശ നിയമപ്രകാരം 4% സംവരണം സർക്കാർ തൊഴിലുകളിലും ഭിന്നശേഷിക്കാർക്ക് ഉറപ്പാക്കിയിട്ടുണ്ട്. പ്രകാരം നടത്തുന്ന പദ്ധതികളെയും പ്രവർത്തനങ്ങളെയും പൊതുസമൂഹത്തിലേക്ക് എത്തിക്കുന്നതിന് ഭിന്നശേഷി സമൂഹത്തിനെ കൂടുതൽ സമൂഹത്തിൽ ഉദ്യോഗസ്ഥ നടത്തുന്നതിനും ലക്ഷ്യമിട്ടുകൊണ്ടാണ് സാമൂഹ്യ വകുപ്പ് 3 ദിവസത്തെ പരിപാടികൾ തിരുവനന്തപുരം ജില്ലയിലെ വിവിധ കേന്ദ്രങ്ങളിലായിട്ട് നടത്തിയിട്ടുണ്ട്. അതിൽ കണ്ണൂരിലായിരുന്നു നേതൃത്വം. സംസ്ഥാനമൊട്ടാകെയുള്ള വിവിധ കലാകാരന്മാരെയും അവതരിപ്പിക്കുന്ന അതിഗംഭീരമായ
ഇത് ഇത് ആർട്ട് ഗാലറിയാണ്. പക്ഷേ ഇത് അടച്ചു പോയെന്ന് തോന്നുന്നു. അടച്ചു പോയോ? ഇത് ആർട്ട് ഗാലറി അല്ലേ? അതെ, അടച്ചു പോയോ? ഇതിനുള്ള അടച്ചിട്ട് അതൊന്നും ഇതൊന്നും ഇല്ലാതെ കയറ്റി വിട്ടേ. പറിക്കരുത്. നാടകം അപ്പ അമ്മ. ഈ നാടകത്തിൽ പ്രതിപാദിക്കുന്നത് തെരുവിൽ നിന്നും മേശയിൽ കൊണ്ടുവന്ന ഒരു കുട്ടി, ഒരു അന്തേവാസി നമ്മളുടെ അമ്മയിലുണ്ട്. അയാൾ എപ്പോഴും ആരെ കണ്ടാലും അപ്പ അമ്മ എന്ന് ചോദിച്ചുകൊണ്ടിരിക്കും. ഈ നാടകം ഞങ്ങൾ അവതരിപ്പിക്കുന്നതിലൂടെ ഒരു സമൂഹത്തിലേക്ക് സ്വന്തം അച്ഛനെയും അമ്മയെയും വലിയ യഥാർത്ഥ അച്ഛനെയും ഈ വർഷത്തെ നാടക മരുവിൻ്റെ ജീവിതത്തിലെ വിഷയം തന്നെ അമ്മയായും നടനാണ്. ഇടങ്ങളിൽ ആദ്യമായിട്ടാണ് ഈ നാടകം ഈ നാടകത്തിൽ ഭൗതിക വെല്ലുവിളി നേരിടുന്ന 10 ആൺകുട്ടികൾ 4 അതുകൊണ്ട് അവരെ പരിമിതികൾ ശരീരത്തിലാണെന്നും മനസ്സ് നൽകാൻ വീണ്ടും പ്രവർത്തിക്കുകയാണ്. ഇത് സൂവിനകത്തുള്ളൊരു ആർട്ട് ഗാലറിയാണ്. സൂ കഴിഞ്ഞ് കുറച്ച് മുന്നിലോട്ട് സെപ്പറേറ്റ് ഉള്ളതാണ്. ശ്രീ ചിത്തിര തിരുനാൾ മഹാരാജാവിൻ്റെ കാലത്ത് പണിഞ്ഞാണെന്നാണ് പറയുന്നത്. ഇതിപ്പോൾ ഇന്ന് 5 മണിയായി, അടച്ചുപോയി. സുന്ദരമായ കാഴ്ചകളുടെയും ഉദയപ്രമുഖ പ്രകടനങ്ങളുടെയും ഓർമ്മകൾ അവശേഷിപ്പിച്ചാണ് ഭിന്നശേഷി സർവോത്സവം 2026 തിരശ്ശീലത്തിൽ. തുടർന്നുള്ള വർഷങ്ങളിലും ശാരീരിക പരിമിതികളെ സർഗാത്മകതയുടെ ചിറകിലേറ്റി പറന്നുയരുന്നവരുടെ സംഗമത്തിനായി നമുക്ക് കാത്തിരിക്കാം. വാർത്താതരങ്ങളിൽ സമാപിക്കും. ഏകോപനം ലിബി ജി നായർ, അവതരണം തുളസിദാസ് പരമേശ്വരൻ, തയ്യാറാക്കിയത് അനിൽകുമാർ മേലുപതി. വാർത്താതരങ്ങളിൽ ഇനി തിങ്കളാഴ്ച രാവിലെ 1 മണിക്ക്. കാലത്തെ മറികടക്കുന്ന പുസ്തകങ്ങളുടെ ഒരു യാത്ര. നാളെ രാത്രി 7
ടൂളിട്ടാ പോലെ മൊത്തം കാണണ്ടല്ലോ. അവന്മാരെവിടെ